ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രോഹിത് വരുന്നത് പ്രമാണിച്ച് രേവതിക്കുട്ടിയും അലീനയും ബസ് സ്റ്റേഷനിൽ ചെന്ന് കാത്തു നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ രേസമ്മ പറഞ്ഞു, അവനൊരാണല്ലേ, ഇങ്ങോട്ടുള്ള വഴിയും അറിയാമല്ലോ. നിങ്ങൾ രണ്ട് പെൺകുട്ടികൾ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കേണ്ട കാര്യമുണ്ടോ? അത്രയും കൂടി നേരത്തെ അവനെ കാണാമല്ലോ. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ എത്തുന്നതുവരെ അവനോട് വർത്താനം പറയാം. അല്ലെങ്കിലും ബസ് സ്റ്റാൻഡിൽ പോയി കാത്തു നിന്ന് സ്വീകരിച്ചുകൊണ്ട് വരുന്നതൊക്കെ ഒരു സന്തോഷമല്ലേ ആൻറ്റി? അലീന പറഞ്ഞു. എങ്ങനെ പോകും? ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം ആൻറ്റി. പക്ഷേ അവർ പോകാൻ ഇറങ്ങിയപ്പോഴേക്കും മാമച്ചൻ കാർ ഇറക്കി കഴിഞ്ഞു. രേസ്മയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്. കലൂർ ബസ് സ്റ്റാൻഡിൽ അവർ കാത്തു കിടന്നു. രോഹിത് എത്താറായി എന്ന് മൊബൈൽ ഫോണിൽ അലീനയെ വിളിച്ചറിയിച്ചിരുന്നു. 1/4 മണിക്കൂറിനുള്ളിൽ ബസ് എത്തി. രോഹിത്തിനെ കണ്ട് അലീനയും രേവതിക്കുട്ടിയും കാറിൽ നിന്ന് ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് ചെന്നു. അലീനയെ കണ്ടതും രോഹിത്തിൻ്റെ മുഖം സന്തോഷത്താൽ പ്രഫുല്ലമായി. അലീന മുമ്പോട്ട് ചെന്ന് രോഹിത്തിന് കൈ കൊടുത്തു. അലീന പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. അവൾക്ക് അവനോടുള്ള സ്നേഹം കണ്ടപ്പോഴേ സന്തോഷവുമെല്ലാം അവളുടെ മുഖഭാവത്തിൽ പ്രകടമായിരുന്നു. ആ കൈയൊന്ന് ഇട്ടിട്ട് നമുക്കും കൂടി ഒരു കൈ തരണേ, പാവപ്പെട്ടവളാണേ. രേവതിക്കുട്ടി തൻ്റെ സാന്നിധ്യം അവരെ ഓർമ്മപ്പെടുത്തി. നിനക്കൊരു കൈ തരാനും കൂടി വേണ്ടിയാ ഞാൻ മെനക്കെട്ട് വന്നത് തന്നെ. രേവതിക്കുട്ടിക്ക് ഷേഹാൻഡ് നൽകിക്കൊണ്ട് രോഹിത് പറഞ്ഞു. 3 പേരും കാറിൽ വന്ന് കയറി. ഞാനെന്താ ഡ്രൈവറാണോ? 3 പേരും പിൻസീറ്റിൽ കയറിയത് കണ്ട് മാമച്ചൻ ചോദിച്ചു. സോറി അങ്കിളെ, മറന്നുപോയി. ഇവർ ആങ്ങളെയും പെങ്ങളും കൂടി ഇരുന്ന് കൊഞ്ചട്ടെ അല്ലേ? രേവതിക്കുട്ടി ഇറങ്ങി വന്ന് മുൻസീറ്റിൽ കയറിയിരുന്നു. എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങൾ? പറയ്. നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായതുപോലെ തോന്നുക. അമ്മയും ഭവിതയും കൊല്ലപ്പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നോ? അച്ഛനെന്ത് പറഞ്ഞയച്ചു? ഇപ്പോൾ കൃഷ്ണമോൾ ഒറ്റയ്ക്കേ ഉള്ളോ വീട്ടിൽ? നീ വല്ലതും കഴിച്ചിട്ടാണോ പോന്നേ? ഇവിടുത്തേന്ന് അച്ഛനെ വിളിച്ച് പറഞ്ഞോ? അലീന തുടരെ ചോദ്യങ്ങൾ ഉതിർത്തു. ഞാൻ എല്ലാത്തിനും മറുപടി പറയാം. എനിക്കൊന്ന് ശ്വാസം വിടാനുള്ള സമയം തരണേ, രോഹിത് പറഞ്ഞു. രേവതിക്കുട്ടി മുൻസീറ്റിലാണെങ്കിലും പിന്നോട്ട് തിരിഞ്ഞാണ് ഇരിപ്പ്. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോട്ടലിൽ കയറി കഴിക്കാം, മാമച്ചൻ ഡ്രൈവ് ചെയ്യുന്നതിനോടെ പറഞ്ഞു. വേണ്ട, ആൻറ്റി കൊല്ലും. രോഹിത്തേട്ടൻ വരുമെന്ന് പറഞ്ഞ് അലീന ചേച്ചി ചിക്കനോ മട്ടനോ എന്തൊക്കെയോ ആൻറ്റിയെ കൊണ്ട് വാങ്ങിപ്പിച്ച് ശരിയാക്കി വെച്ചിരിക്കുക. അത് പിന്നെ ആര് കഴിക്കും? രേവതിക്കുട്ടി ചോദിച്ചു. അയ്യോ, ഞാനല്ല വാങ്ങിപ്പിച്ചത്, ഇവളാ. നോക്കണേ, മുഖത്ത് നോക്കിയ കള്ളം പറയുന്നത്. അലീന അതിശയം പ്രകടിപ്പിച്ചു. നമുക്ക് ഉപദ്രവമില്ലാത്ത ചില കള്ളത്തരങ്ങളൊക്കെ സമ്മതിച്ചു തന്നേക്കണം അലീന ചേച്ചി. അതുകൊണ്ട് ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. അനുജനെ സൽക്കരിക്കാൻ ചേച്ചി സ്പെഷ്യലൊക്കെ വാങ്ങിപ്പിച്ചോ എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് തന്നെയല്ലേ അതിൻ്റെ ക്രെഡിറ്റ്? രേവതിക്കുട്ടി പരിഭവം പറഞ്ഞു. ശരി, സമ്മതിച്ചു. ഞാൻ തന്നെ എല്ലാം വാങ്ങിപ്പിച്ചതും പാകം ചെയ്തതും. ആൻറ്റി ഇവളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയത് കൂടിയില്ല. അവർക്കിപ്പോൾ ആര് വന്നാലെന്ത് പോയാലെന്ത്. എൻ്റെ കൂടപ്പുറപ്പിൻ്റെ കാര്യങ്ങൾ വേണ്ടതുപോലെ നോക്കാൻ ഞാനല്ലാതെ ആരുണ്ട്? അവർക്ക് അവരുടെ മതി നിർത്തണേ. രേവതിക്കുട്ടി ഇടയ്ക്ക് കയറി. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്ന് കേട്ടിട്ടേ ഉള്ളൂ. മാമച്ചൻ മുൻസീറ്റിലിരുന്ന് ചിരിച്ചു. അങ്കിൾ ഈസിയായി കുറച്ച് സ്ലോ ആയിട്ടാ എവിടെ എന്തെങ്കിലും കേട്ടാൽ 5 മിനിറ്റ് കഴിഞ്ഞേ ചിരിക്കൂ, രേവതിക്കുട്ടി കമൻറ്റ് പറഞ്ഞു. നിന്റെ പൊട്ടത്തരങ്ങൾ കേട്ടിട്ട് പ്രതികരണശേഷി കുറഞ്ഞു പോയതാ, മാമച്ചൻ തട്ടിവിട്ടു. അത് കേട്ട് രോഹിതും അലീനയും ചിരിച്ചു. ഉടൻ രേവതിക്കുട്ടി പറഞ്ഞു. വേറൊരുത്തേക്ക് ആരെങ്കിലും വാ തുറക്കുന്നത് കണ്ടാൽ മതി ചിരി തുടങ്ങും. പറയുന്നത് തമാശയാണോ കാര്യമാണോ അതോ സങ്കട വാർത്തയാണോ എന്നൊന്നും നോക്കണ്ട. പൊടി കുശുമ്പി, അലീന പിന്നിലിരുന്ന് പറഞ്ഞു. ആഹാ, ഇനിയിപ്പം ഇവളുടെ ഗമയാണ് കാണേണ്ട കാഴ്ച. ആങ്ങളെ വന്നല്ലോ കൂട്ടിന്. ഇനി പെങ്കിൻ പക്ഷി നടക്കുന്ന മാതിരി വലിയ പ്രയാസപ്പെട്ട് ഞെളിഞ്ഞായിരിക്കും നടപ്പ്. കണ്ടില്ലേ, എൻ്റെ ആങ്ങളെയുണ്ട് കൂടെ. നിങ്ങളൊക്കെ ആരാണ് പോലും മനസ്സിലായില്ലല്ലോ. രേവതിക്കുട്ടി പറഞ്ഞു തീരും മുമ്പേ മാമച്ചനും അലീനയും രോഹിത്തും പൊട്ടിച്ചിരിച്ചു. ചിരിക്കൊടുവിൽ മാമച്ചൻ പറഞ്ഞു. ഇനിയെങ്കിലും ഒരു കാര്യം അലീനയും രോഹിത്തും ഉറപ്പിച്ചോളണം. അസൂയയ്ക്കും കഷ്ണിക്കും മരുന്നില്ല തന്നെ. അതിനുള്ള ഒന്നാന്തരം തെളിവുകളാണ് ഈ മുന്നിലിരിക്കുന്ന 2 മനുഷ്യജീവികൾ, ഇവളും ഞാനും. എൻ്റെ രോഗലക്ഷണം കണ്ണാടി പോലെ തിളങ്ങിക്കാണാം. ഇവളുടേത് പ്രഥമ ദൃശ്യ കാണാൻ പാടില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് കേട്ടതും അലീനയും രോഹിത്തും ചിരിച്ചു. രേവതിക്കുട്ടിയുടെ മുഖം വീർപ്പിച്ചിരുന്നു. ഇപ്പം കാണാനും പറ്റുന്നുണ്ട് അങ്കിളെ, രോഹിത്ത് ചിരിയോടെ പറഞ്ഞു. അയ്യടാ, രേവതിക്കുട്ടി അവനെ മുഖം ചുളിച്ചു നോക്കി. ഒരവസരം കിട്ടിയാൽ ഉടനെ എൻ്റെ മെക്കിട്ട് തന്നെ കയറണേ. ഇയാളെ സ്വീകരിക്കാൻ മെനക്കെട്ട് ഇവിടം വരെ വന്ന എന്നെ വേണം പറയാൻ. അതുമാത്രം എന്നോട് പറയരുത്, ഞാൻ ചെയ്യില്ല, രോഹിത്ത് പറഞ്ഞു. ഞാൻ ഇവൾക്ക് കരാട്ടെ പഠിപ്പിച്ച് ഒരു കറവപ്പശുവിനെ വാങ്ങി കൊടുക്കുന്നുണ്ട്.
അതോടെ അവളുടെ ഈ മോഹവും സഫലമാകും. മാമച്ചൻ വീടിന് തുറന്ന ഗേറ്റിനുള്ളിലേക്ക് കാർ തിരിച്ചു കയറ്റുന്നതിനിടെ പറഞ്ഞു, അങ്കിളെ, വിരുന്നുകാരെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു പോകുമോ? പിന്നെ ഞാനേ കാണൂ. അത് ഓർമ്മയിലിരിക്കുന്നത് നല്ലതാ. രേവതിക്കുട്ടി മുന്നറിയിപ്പ് നൽകി. സോറി, ഞാൻ അത്രയും കടന്നു ചിന്തിച്ചില്ല. മാമച്ചൻ്റെ പ്രസ്താവം വീണ്ടും ചിരിയുണർത്തി. സിറ്റൗട്ടിൽ അവരുടെ വരവും കാത്ത് ഗ്രേസമ്മയും ഷെറിനും നിൽക്കുന്നുണ്ടായിരുന്നു. ആങ്ങളെ വിളിച്ചോണ്ടുപോയി കുഞ്ഞമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്ക്. കാറിൽ നിന്നിറങ്ങിയ ഉടനെ രേവതിക്കുട്ടി അലീനയോട് നിർദ്ദേശിച്ചു. വേണ്ട, നീ പരിചയപ്പെടുത്തിയാൽ മതി. നിന്റെ വീടല്ലേ, ഞാൻ വിരുന്നുകാരിയാണല്ലോ, അലീന പറഞ്ഞു. രേവതിക്കുട്ടിക്ക് സന്തോഷമായി. ആളുകൾക്കിടയിൽ തൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നത് അവൾക്ക് സങ്കടമായിരുന്നു. രോഹിത്തിൻ്റെ കൈ പിടിച്ച് അവൾ ഗ്രേസമ്മയെയും ഷെറിൻ്റെയും മുമ്പിൽ കൊണ്ടു നിർത്തി. ഇതാണ് ഷെറിൻ ചേച്ചി. ബാക്കിയൊന്നും ഞാൻ പറയണ്ടല്ലോ, രേവതിക്കുട്ടി പരിചയപ്പെടുത്തി. ഇത്ര പോലും പറയേണ്ടിയിരുന്നില്ല. രോഹിത്ത് സൗഹൃദം ഷെറിനെ നോക്കി. ഫോണിലൂടെ അലീന അവനോട് ഷെറിനെ പറ്റി വിവരിച്ചിട്ടുണ്ട്. ഷെറിൻ അവൻ്റെ നേർക്ക് പുഞ്ചിരിച്ചു. ഇയാളെ പരിചയപ്പെടുത്തണോ? രേവതിക്കുട്ടി ചോദിച്ചു. വേണമെന്നില്ല, ഷെറിൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എനിക്കറിയാം, വരുമെന്ന് പറഞ്ഞപ്പോൾ മുതൽക്ക് ഇവിടെ അതായിരുന്നു സംഭാഷണ വിഷയം. അപ്പോൾ എൻ്റെ ജോലി കഴിഞ്ഞു. രേവതിക്കുട്ടി പിന്മാറി. അവൾ നേരെ കിച്ചണിലേക്ക് ചെന്നു. ബ്രേക്ക്ഫാസ്റ്റിനുള്ള വിഭവങ്ങൾ എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചു. ഹാളിൽ സംസാരിച്ചു നിന്നവരോട് ഉറക്കെ പറഞ്ഞു, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, വിശന്നിട്ട് കണ്ണ് കാണാൻ മേല. ബാക്കിയുള്ളവർക്ക് അലീന രോഹിത്തിനെ വിളിച്ചുകൊണ്ട് വന്നു. രേവതിക്കുട്ടി വിളമ്പിക്കൊടുത്തു. അലീനയും രേവതിക്കുട്ടിയും രോഹിത്തിനൊപ്പം കഴിക്കാനിരുന്നു. അങ്കിളും ആൻറ്റും കഴിക്കുന്നില്ലേ? രോഹിത്ത് ചോദിച്ചു. ഒരു തവണ വെട്ടി വിഴുങ്ങിയതാ. ഒരു ദിവസം 2 ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അനുവദിച്ചിട്ടില്ല, രേവതിക്കുട്ടി പറഞ്ഞു. ഞങ്ങൾക്ക് മരുന്ന് കഴിക്കേണ്ടതില്ലേ, അതുകൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, ഗ്രേസമ്മ വിശദീകരിച്ചു. മാമച്ചനും ഗ്രേസമ്മയും ഷെറിനും അവരോടൊപ്പം ഊണുമേശയ്ക്ക് ചുറ്റും വരുന്നു. രോഹിത്തിനോട് അവർ കുശലാന്വേഷണങ്ങൾ നടത്തി. ബാലചന്ദ്രമേനെ പറ്റിയും വൈജയെ പറ്റിയും രോഹിത്തിൻ്റെ അനുജത്തിമാരെ കുറിച്ചും ചോദിച്ചു. രോഹിത് കുറച്ച് സ്മാർട്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തെ പോലെയല്ല, കുറച്ച് ഇരുത്തം വന്നു, മാമച്ചൻ പറഞ്ഞു. ഓ, അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലേ, രേവതിക്കുട്ടി പറഞ്ഞു. മുട്ടനാടിൻ്റെ മാതിരി ഒരു ഊശാന്താടി കിളുത്തു വരുന്നുണ്ട്. വേറെ മാറ്റങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഇവളിപ്പോഴും ഇങ്ങനെ തന്നെയാണോ ആൻറ്റി? ചൊറിയുന്ന വർത്താനം മാത്രമേ പറയത്തുള്ളൂ, രോഹിത് ചോദിച്ചു. ഗ്രേസമ്മ ചിരിച്ചതേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉടൻ അലീന രോഹിത്തിനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൾക്ക് കടപ്പാട്ടൂരിലെ വിശേഷങ്ങൾ അവൻ്റെ മുഖതാവിൽ നിന്ന് കേൾക്കണം. രേവതിക്കുട്ടിയും അവരോടൊപ്പം ചേർന്നു. അച്ഛനും അമ്മയും ശീതസമരം തുടരുന്നു, രോഹിത് പറഞ്ഞു. തോറ്റ ഗെയിമാണ് അച്ഛൻ കളിക്കുന്നതെന്ന് അമ്മയ്ക്കറിയില്ല. അമ്മയ്ക്ക് വരാനിരിക്കുന്ന തോൽവി അതിഭയങ്കരമായിരിക്കുമെന്നും അമ്മയ്ക്കറിയില്ല. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും കൃത്യമായി അറിയാവുന്നതുകൊണ്ട് അച്ഛൻ വളരെ ശാന്തനാണിഞ്ഞിരിക്കുന്നത്. അച്ഛനെല്ലാം അറിയാമെന്ന് അറിയാത്തതുകൊണ്ടും വരാനിരിക്കുന്ന തോൽവിയെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തതുകൊണ്ടും അമ്മയുടെ മനസ്സ് ഏതു നേരത്തും ശോഭിച്ച കടൽ പോലെയാണ്. അച്ഛനും അമ്മയും അവിടെ നിൽക്കട്ടെ. നിങ്ങൾ മാനസികാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ മതി. അലെനിക്ക് അതിലാണ് ആശങ്ക. ഞാനതിനെ ഓവർകം ചെയ്തു. എനിക്ക് കാര്യം അറിയാമല്ലോ, അതൊരു വലിയ പ്ലസ് പോയിൻ്റാ. ഇല്ലെങ്കിൽ ഞാനും ടെൻഷനിലായനെ. ഭവിതയും കൃഷ്ണമോളും ഇപ്പോഴും ചിന്താക്കുഴപ്പത്തില്ല. കൃഷ്ണമോൾ ഒരു പൊട്ടിപ്പെണ്ണായതുകൊണ്ട് ഒന്നും ചുഴിഞ്ഞാലോചിക്കുന്നില്ല. പക്ഷേ ഭവിതയ്ക്ക് ഒരുപാട് കണക്കുകൂട്ടലുകളുണ്ട്. അവൾ മനസ്സ് കാട് കയറി പോകും. ഒരു ദിവസം അവൾ എന്നോട് ചോദിച്ചു, അലീന ചേച്ചി അച്ഛൻ്റെ മോളാണെന്ന്. മറ്റേതെങ്കിലും ഇല്ലീഗൽ അഫെയറിൽ സംഭവിച്ചതാണോ? അവൾക്കതാണ് സംശയം. നീ എന്തു പറഞ്ഞു? എനിക്കറിയില്ലെന്ന്. അവൾക്ക് പ്രധാനമായും 2 സംശയങ്ങളാണ്. ഒന്ന്, എന്തുകൊണ്ട് അലീന ചേച്ചിയുടെ അഡ്രസ്സും ഡീറ്റെയിൽസും അവൾക്ക് കൊടുക്കുന്നില്ല. 2, എന്ത് കാരണത്താൽ അലീന ചേച്ചിയുടെ താമസ സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇത് ശരിക്കും അവളുടെ സംശയങ്ങളല്ല, അമ്മയിൽ നിന്ന് കടവാങ്ങിയതാണ്. അമ്മയ്ക്കിപ്പോഴും ഈ ചോദ്യങ്ങളാണ്. ഉത്തരം കിട്ടിയില്ലല്ലോ. ഭവിത എന്നോട് ചോദിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. നീയും കൃഷ്ണമോളും അറിയാത്ത ഒരു വലിയ സത്യമുണ്ട്, ഞാൻ അവളോട് പറഞ്ഞു. അപ്പോൾ അവൾ അതറിയാൻ സമയമായിട്ടില്ലെന്നും സമയമാകുമ്പോൾ തീർച്ചയായും പറയുമെന്നും രോഹിത് വിശദീകരിച്ചു. അതെന്തിനാ മോനെ നീ അങ്ങനെ പറഞ്ഞത്? അലീനയ്ക്ക് ഉത്കണ്ഠയായി. എവിടെയാണ് അലീന ചേച്ചി ഉള്ളതെന്ന കാര്യം ഞാൻ എന്തിനു മറച്ചു വെക്കുന്നു എന്നതാണ് അവളുടെ ചോദ്യം. ഞാൻ എന്തുത്തരം പറയും? അച്ഛനും ഞാനും തമ്മിൽ ഒരു രഹസ്യധാരണയിൽ എത്തിയിട്ടുണ്ടെന്നോ അവളുടെ വിചാരം? നീ എന്തെങ്കിലും വിട്ടു പറഞ്ഞു അവളുടെ അടുത്ത്? അലീന വേവലാതിയോട് ചോദിച്ചു. അലീന ചേച്ചി നമുക്ക് അന്യായല്ല എന്ന് പറഞ്ഞു. ബ്ലഡ് റിലേഷൻ ഉണ്ടോ എന്ന് അവൾ ചോദിച്ചു. ഉവെന്ന് ഞാൻ സമ്മതിച്ചു. അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി. അവൾക്ക് ബുദ്ധി അല്പം ജാസ്തിയാണ്. ഓരോന്ന് ചോദിച്ചു വരുമ്പോൾ നമ്മൾ അറിയാതെ കുടുങ്ങിപ്പോവും. അപ്പോൾ അച്ഛൻ്റെ മോളാണോ ഞാൻ എന്ന് ചോദിക്കാൻ അതാണൊരു കാരണം.
ആയിരിക്കും. ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലുള്ളതായി അവൾ ഭാവിക്കാറേ ഇല്ലല്ലോ. അതാണ് അവളുടെ പ്രത്യേകത. ഹൈഡ് ചെയ്യേണ്ട സംഗതികളാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒരു ഫൈനൽ കൺവെൻഷനിൽ എത്തിയിട്ടുമില്ല. വെറുതെയല്ല, അവൾക്ക് അച്ഛനോടെ അടുത്ത് കുറച്ച് വിരോധമുണ്ട്. അവളോട് സംസാരിച്ചപ്പോഴൊക്കെ എനിക്ക് സംശയം തോന്നി. പലയിടത്തും അച്ഛൻ്റെ കുറ്റം പറഞ്ഞു. അച്ഛൻ മനസ്സ് വെച്ചാൽ ഇപ്പോഴത്തെ ഫാമിലി പ്രോബ്ലം തീരുമെന്നും അച്ഛനെല്ലാം തുറന്നു പറയാനും വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാകണമെന്നും അവൾ സൂചിപ്പിച്ചു. പക്ഷേ അച്ഛൻ യാതൊരുവിധ അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറില്ലാത്ത വിധത്തിലാണ് പെരുമാറിയിരുന്നതത്രേ. അച്ഛനെക്കുറിച്ച് തെറ്റായ ധാരണ അവളുടെ മനസ്സിലുണ്ടെന്ന് ഇപ്പം എനിക്ക് ബോധ്യമായി, അലീന പറഞ്ഞു. ഇനി അത് മാറ്റാൻ പറ്റുമോ? രേവതിക്കുട്ടി സംശയം പ്രകടിപ്പിച്ചു. എല്ലാം മാറ്റേണ്ടത് തന്നെയാണ്, പക്ഷേ സമയമെടുക്കും, രോഹിത് പറഞ്ഞു. അമ്മയാണെങ്കിൽ ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കില്ലെന്ന മട്ടിൽ എല്ലാം മുറുകെ പിടിച്ചിരിക്കുകയാണ്. അച്ഛൻ്റെ കാര്യത്തിലൊഴികെ മറ്റെല്ലാവരുടെയും കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് അമ്മയാണ്. +2 റിസൾട്ട് കാത്തിരിക്കുക ബബിത. അവൾക്ക് എഞ്ചിനീയറിങ്ങിന് ചേരാനാണ് താല്പര്യം. അച്ഛനും ഞാനും അതുതന്നെയാണ് പറഞ്ഞത്. പക്ഷേ അമ്മ കൽപ്പിച്ചു ഡിഗ്രിക്ക് ചേർന്നാൽ മതിയെന്ന്. ബബിതയ്ക്ക് ആദ്യം അതിനോട് എതിർപ്പായിരുന്നു. പിന്നെ അങ്ങനെ അമ്മ അവളെ കൊണ്ട് സമ്മതിപ്പിച്ചു എന്നറിയില്ല. എറണാകുളത്തെ ഹോസ്റ്റലിൽ നിർത്തി പഠിക്കാനാണ് ഉദ്ദേശം. അത് വേണ്ടിയിരുന്നില്ല. അലീന ആശങ്കപ്പെട്ടു. ബബിതയെ കെയർ ചെയ്യാൻ ആരെങ്കിലും വേണം. അവൾക്ക് കൂടുതൽ സ്നേഹവും കരുതലും കിട്ടണം. മൂത്ത കുട്ടികൾക്കും ഇളയ പെൺകുട്ടികൾക്കും കൂടുതൽ പരിഗണന കിട്ടുന്ന വീട്ടിലാണ് അവൾ വളർന്നത്. നടുവിലുള്ളവളെ ആരും കണ്ടതുപോലും ശ്രദ്ധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പക അവൾ പോലും അറിയാതെ അവളുടെ മനസ്സിൽ കിടപ്പുണ്ട്. രോഹിതേട്ടനെ ഉപദേശിച്ചുകൂടെ? രേവതിക്കുട്ടി ചോദിച്ചു. പറയാമെന്നേ ഉള്ളൂ. ഒരു തീരുമാനത്തിലെത്തിയാൽ ഇവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആർക്കും പറ്റില്ല. കടിച്ചു ചാവുന്ന ജീവിയെന്നൊക്കെ പറയാറില്ലേ, അങ്ങനെയൊരു ജന്മമാ. രോഹിത് പറഞ്ഞു. ഞാൻ അവിടെ വന്ന് ബബിതയെ ഒന്ന് കണ്ടാലോ? അലീന ചോദിച്ചു. അതാ നല്ലത്, രേവതിക്കുട്ടി ശരിവെച്ചു. പക്ഷേ ആ ഒറ്റ കാരണം കൊണ്ട് അമ്മ അവിടെ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കും. രോഹിത് മുന്നറിയിപ്പ് നൽകി. ഇവിടെ എന്താണ് കലാപരിപാടി? ചോദ്യം കേട്ട് 3 പേരും വാതിക്കലേക്ക് നോക്കി. മാമച്ചനായിരുന്നു അത്. 3 പേരും എഴുന്നേറ്റു. ഇന്നത്തെ പ്രോഗ്രാം ഒന്ന് പറഞ്ഞേക്ക്, അത് കിട്ടിയിട്ട് വേണം ചാപ്റ്റ് ചെയ്യാൻ, മാമച്ചൻ പറഞ്ഞു. അങ്ങളെ, ഉച്ചയൂണ് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം ഷോപ്പിംഗ്, പിന്നെ ബീച്ച്, അത് കഴിഞ്ഞ് അല്പനേരം പാർക്ക്, ഒടുവിൽ സെക്കൻഡ് ഷോ സിനിമയും തട്ടുകടയിൽ നിന്ന് ദോശയും ചിക്കൻ ഫ്രൈയും. ഇന്നത്തെ പ്രോഗ്രാം ഇത്ര മതി. നാളത്തെ പറയണോ? രേവതിക്കുട്ടി ചോദ്യഭാവത്തിൽ മാമച്ചനെ നോക്കി. മാമച്ചൻ ജന്മം പാഴായ മട്ടിൽ നിന്നു. മുറ്റവും കടന്ന് ജീപ്പ് കാർപോറേഷനടുത്തേക്ക് പോകുന്നത് കണ്ട് സ്റ്റാൻലിക്ക് കാര്യം മനസ്സിലായി. രണ്ടും കൽപ്പിച്ചുള്ള വരവാണ്. സംഘം ചേർന്നാണ് എത്തിയിരിക്കുന്നത്. ട്രെയിനിങ് സീറ്റിൽ നിന്ന് ഔസേപ്പച്ചൻ ആദ്യം ഇറങ്ങി. പുറകെ ആൽബർട്ടും റോബർട്ടും ആദക്കുട്ടിച്ചായൻ ഏറ്റവും ഒടുവിലാണ് ഇറങ്ങിയത്. സ്റ്റാൻലി ജനലവിരി വലിച്ചിട്ടു ആലോചനയോടെ മുറിയിലൂടെ 2 ചാൽ നടന്നു. വെളിയിൽ നായ്ക്കളുടെ ഗർജനം കേൾക്കാമായിരുന്നു. സ്റ്റാൻലി പൂമുഖത്തേക്ക് ചെന്നു. ആൻ്റപ്പൻ നായ്ക്കളെ മെരുക്കി തിരിച്ചയച്ചിരിക്കുന്നു. സിറ്റൗട്ടിലേക്ക് കയറി നിൽക്കുകയാണ് ഔദക്കുട്ടിച്ചായനും 3 ആൺമക്കളും. സ്റ്റാൻലി അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ചതുരാകൃതിയിലുള്ള ഹാളിൻ്റെ ഇരിപ്പിടങ്ങളിൽ കൊണ്ടുചെന്ന് നിർത്തി. ഇതെന്താണ്, അപ്പച്ചനും പ്രിയപ്പെട്ട മക്കളും കൂടി ഒരു മുന്നറിയിപ്പുമില്ലാതെ മിന്നൽ പരിശോധനയ്ക്ക് വന്നതാണോ? സ്റ്റാൻലി സ്വതസിദ്ധമായ പരുക്കൻ സ്വരത്തിൽ ചോദിച്ചു. ഒരുപാട് നാളെയിലായി ഈ വഴി വന്നിട്ട്. എല്ലാം ഒന്ന് കണ്ടുകേട്ട് പോകാമെന്ന് വെച്ച് വന്നതാ, റോബർട്ട് പറഞ്ഞു. അതെന്നാ വർത്താനമാ റോബിച്ച? ഔസേപ്പച്ചന് ദേഷ്യം വന്നു. നമ്മൾ റാണിയെ വിളിച്ചോണ്ട് പോകാൻ വന്നതല്ലേ, പിന്നെന്തിനാ ഒരുമാതിരി അഴകൊഴന്നൊക്കെ പറയുന്നേ? റാണിയെ കാണാതെ തറവാട്ടിൽ ആർക്കും ഉറങ്ങാൻ പറ്റുന്നില്ലേ? സ്റ്റാൻലി ചോദിച്ചു. പെൺകുട്ടികൾ നിൽക്കേണ്ടടുത്ത് നിൽക്കണം, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല, ഔസേപ്പച്ചൻ പറഞ്ഞു. ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാൻ. റാണി ഇവിടെ ഇല്ല. എവിടെ പോയി? ആൽബർട്ട് ഉദ്യോഗഭരിതനായി. അവളിപ്പോൾ എറണാകുളത്തെവിടെ? മാമച്ചൻ്റെ വീട്ടിൽ. ആരോട് ചോദിച്ചാ എറണാകുളത്ത് വിട്ടത്? ഞങ്ങളോട് ഒരു വാക്ക് ചോദിച്ചോ ലാലിച്ചൻ? ഔസേപ്പച്ചൻ്റെ ഉച്ചയുണർന്നു. പതുക്കെ സ്റ്റാൻലി കൈകാട്ടി വിലക്കി. എനിക്ക് നല്ലതുപോലെ ചെവി കേൾക്കാം. നിങ്ങൾക്ക് ദേഷ്യപ്പെടാനും ഒച്ചയെടുക്കാനുമുള്ള സ്ഥലം ഇതല്ല. ഞങ്ങളോട് ചോദിക്കാതെ ലാലിച്ചൻ അത് ചെയ്യരുതായിരുന്നു. ആരാ അവളുടെ ലോക്കൽ ഗാർഡിയൻ? അപ്പച്ചനോടെങ്കിലും ഒരു വാക്ക് ചോദിച്ചോ? ഔസേപ്പച്ചൻ അമർഷം മൂണ്ടു. കുറെ കാലമായിട്ട് അപ്പച്ചൻ്റെ ലോക്കൽ ഗാർഡിയൻ ഞാനാ, അതുകൊണ്ട് ചോദിക്കാഞ്ഞത്. അല്ലെങ്കിലും ഈ ചോദ്യവും പറച്ചിലും ഒന്നും നമ്മൾ തമ്മിൽ പണ്ടേ ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ റാണിയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ഞാനും അറിയുമായിരുന്നു. ഇല്ലേ? ഔദക്കുട്ടിച്ചായനും മക്കളും പരസ്പരം നോക്കി. ഔസേപ്പച്ചൻ ചോദിച്ചു. അതിനെന്താ ഇവരോടൊപ്പം അയച്ചത്? എന്ത് വിശ്വസിച്ചാ? അവർ നമ്മുടെ ആരാ?
അവളെ ഇങ്ങനൊരവസ്ഥയിൽ വല്ല വീട്ടിലും കൊണ്ടുപോയി താമസിപ്പിക്കുന്നത് ശരിയാണോ? ഔസേപ്പച്ച, റാണി പ്രസവിച്ച കുഞ്ഞിൻ്റെ അപ്പൻ്റെ വീട്ടിലേക്കാണ് അയച്ചിരിക്കുന്നത്. അവൾക്ക് അവരെ ഇഷ്ടമാണ്. അവർക്ക് അവളോടും അങ്ങനെ തന്നെയാ. ഒറ്റയ്ക്കല്ല അവളെ അയച്ചത്. എൻ്റെ മകളുമുണ്ട് അവളോടൊപ്പം. അവൾ എന്നേക്കാളും നിങ്ങളെക്കാളും കാര്യപ്രാപ്തി ഉള്ളവളാണ്. പിന്നെ റാണിയുടെ അവസ്ഥ കൊട്ടാരമറ്റം തറവാട്ടിൽ കഴിഞ്ഞതിനേക്കാൾ വളരെയധികം മെച്ചമായിട്ടുണ്ട്. അവളുടെ മാനസികാവസ്ഥ അടച്ച പൂട്ടിയ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി കാറ്റും വെളിച്ചവും ഏൽക്കുകയും മനുഷ്യരെ കാണുകയും ഇടപെടുകയും മറ്റുള്ളവരുടെ സ്നേഹം അനുഭവിക്കുകയും ചെയ്താൽ മാറാനുള്ളതേ ഉള്ളൂ അവളുടെ രോഗം എന്ന് എൻ്റെ മകൾ എനിക്ക് കാട്ടിത്തന്നു. ഇഷ്ടമുള്ളവരോടൊപ്പം കഴിയുമ്പോൾ അവൾക്ക് ഇനിയും മാറ്റം വരും. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവളുടെ കുഞ്ഞിനെ കൂടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൾ നിങ്ങളെക്കാൾ നോർമലാകും. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ലാലിച്ചനായിരിക്കും. ആൽബർട്ട് മുന്നറിയിപ്പ് നൽകി. വേറെ വല്ലതും പറയാനുണ്ടോ? ലാലിച്ചൻ മേരിക്കുട്ടി ചേച്ചി വിളിച്ചിരുന്നു. ഔസേപ്പച്ചൻ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. നീ ഫോൺ നമ്പർ തെറ്റിച്ചു തന്നാൽ ഞാൻ തോറ്റു പിന്മാറുമെന്ന് നീ വിചാരിച്ചോ? തെണ്ടിത്തരമല്ലേ ഔസേപ്പച്ച നീ എൻ്റെ അടുത്ത് കാണിച്ചത്? നമ്മളുടെ തറവാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാ. പക്ഷേ ലാലിച്ചായൻ തറവാടിൻ്റെ മുഖത്ത് കരിവാരി തേക്കാനാണോ നോക്കുന്നത്? റാണിയുടെ കൊച്ചിനെ തിരിച്ചു കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? ആരാ അതിനെ വളർത്തും? അതിൻ്റെ ഭാവി എന്താവും? റാണിക്ക് ആ കൊച്ചിനെ വെച്ചുകൊണ്ട് വേറൊരു കല്യാണം ഒത്തുവരുമോ? ലാലിച്ചായൻ ഇത് വല്ലതും ആലോചിച്ചു? ലാലിച്ചായൻ്റെ മോള് കാള പെട്ടെന്ന് പറഞ്ഞാലുടനെ ലാലിച്ചായൻ കയറുമെടുത്ത് ഇറങ്ങുന്നത് ഒരു പ്രശ്നത്തിൻ്റെ നാനാവശങ്ങളും ആലോചിക്കണം. ലാലിച്ചായൻ ഒരു കുഞ്ഞിൻ്റെ കേസ് വിട്ടുകളയണം. കുടുംബത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയാ പറയുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത മേരിക്കുട്ടി ചേച്ചിയെ വെറുതെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്. ഔസേപ്പച്ചൻ തൻ്റെതായ നയത്തിലും മയത്തിലും സ്റ്റാൻലിയെ ഉപദേശിച്ചു. കുടുംബത്തിന് ഒരത്യാവശ്യം വന്നപ്പോൾ സഹായിച്ചെന്നൊരു മണ്ടത്തരമേ മേരിക്കുട്ടി ചേച്ചി കാണിച്ചിട്ടുള്ളൂ. അതും ആരെയും ദ്രോഹിച്ചുകൊണ്ടല്ല. റാണിയുടെ കുഞ്ഞിനെ അവളിൽ നിന്ന് വേർപെടുത്താൻ കൂട്ടുനിന്നതാണോടാ മേരിക്കുട്ടി ചെയ്ത മഹനീയ കൃത്യം? സ്റ്റാൻലി ദേഷ്യപ്പെട്ടു. ആർക്കു വേണ്ടിയാ? നമ്മുടെ കുടുംബത്തിന് വേണ്ടി, റാണിമോളുടെ നന്മയ്ക്ക് വേണ്ടി. ഇപ്പോൾ ആ കുട്ടിയെ തിരിച്ചു കൊടുക്കുന്നത് അവളോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കാരുണ്യം. അതിന് മേരിക്കുട്ടി തയ്യാറാവുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ല. സ്റ്റാൻലി മറുന്യായം പറഞ്ഞു. തിരിച്ചു കിട്ടില്ല ലാലിച്ചായ, അത് ഉറപ്പിച്ചു. ആൽബർട്ട് പറഞ്ഞു. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ കിട്ടുമോന്ന്. ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇനി ലാലിച്ചായൻ്റെ ഇഷ്ടം പോലെ ചെയ്തു. ഔസേപ്പച്ചൻ സംഭാഷണം അവസാനിപ്പിച്ചു. സെൽഫോണിലൂടെ വഴി പറഞ്ഞു കൊടുത്തുകൊണ്ട് രേവതിക്കുട്ടി ഗേറ്റിന് മുമ്പിൽ തന്നെ നിന്നു. അലീന ഗേറ്റ് മലർക്കെ തുറന്നിട്ടു. അല്പം കഴിഞ്ഞപ്പോൾ സ്റ്റാൻലിയുടെ കാർ വരുന്നത് കാണാൻ അകത്തേക്ക് കയറിപ്പോയിക്കൊള്ളാൻ രേവതിക്കുട്ടി കൈകാട്ടി. കാർ പോർച്ചിനരികെ നിർത്തി സ്റ്റാൻലി ഇറങ്ങി വീടും ചുറ്റുപാടുകളും ഒന്ന് നോക്കി. അപ്പോഴേക്കും അലീന വന്നു. പപ്പയുടെ കൈ പിടിച്ചു. അയാളെ അടിമുടി നോക്കിയിട്ട് പറഞ്ഞു. പപ്പയ്ക്ക് ക്ഷീണമാ. ഞാനില്ലാതിരുന്നതിൻ്റെ വല്ലായ്മ മുഖത്ത് കാണാനുണ്ട്. മകളുടെ പുഞ്ചിരിയും തന്നെ വീണ്ടും കണ്ടപ്പോൾ അവളുടെ മുഖത്ത് ഉദിച്ച സന്തോഷവും അയാളെ ആനന്ദിപ്പിച്ചു. അലീന പപ്പയുടെ കൈ പിടിച്ച് സിറ്റൗട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ മാമച്ചനും ഷെറിനും കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഗേറ്റ് അടിച്ച് അല്പസമയത്തിനുള്ളിൽ രേവതിക്കുട്ടിയും എത്തി. കുശലാന്വേഷണങ്ങൾ, ചായ സൽക്കാരം, ഒന്നിനു പുറകെ ഒന്നായി അതെല്ലാം നടന്നു. സ്റ്റാൻലി അലീനയെയും ഷെറിനെയും തിരികെ കൊണ്ടുപോകാൻ എത്തിയതാണ്. ഷെറിൻ്റെ മോളെക്കുറിച്ചുള്ള അന്വേഷണം എവിടെ വരെ എത്തിയിരുന്നു എന്നറിയാൻ മാമച്ചനും ഗ്രേസ്മയ്ക്കും അത്യധികം ആകാംക്ഷയുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിളിച്ചപ്പോൾ മേരിക്കുട്ടി പറഞ്ഞു കുട്ടി മരിച്ചുപോയി എന്ന്. ഇന്നലെ ഞാൻ വീണ്ടും വിളിച്ചു. അപ്പോൾ പറയുന്നു കുട്ടിയെ മക്കളില്ലാത്ത ഏതോ ദമ്പതികൾ അഡോപ്റ്റ് ചെയ്തെന്ന്. അഡോപ്റ്റ് ചെയ്തവരുടെ അഡ്രസ്സ് തരാൻ പറ്റില്ലത്രേ. അഡോപ്ഷൻ ഡീലിൽ അതിന് വ്യവസ്ഥയില്ലെന്നാണ് പറയുന്നത്. സ്റ്റാൻലി വെളിപ്പെടുത്തി. മാമച്ചനും ഗ്രേസ്മയുടെയും മുഖം മ്ലാനമായി. ഇതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അലീന പറഞ്ഞു. എനിക്കും അക്കാര്യത്തിൽ സംശയമുണ്ട്. സ്റ്റാൻലി അവളോട് അനുകൂലിച്ചു. ഞാൻ പറഞ്ഞ മാർഗം തന്നെ ഏറ്റവും മെച്ചം. ഷെറിൻ കോടതിയിൽ സമീപിക്കുക. അവൾ പോങ്ങും മൂട്ടിലെ ലിറ്റിൽ ഫ്ലവർ ഓഫ്നേജിൽ ഏൽപ്പിച്ചിരുന്ന കുഞ്ഞിനെ കാണാനില്ല. ഓഫ്നേജ് അധികൃതർ കോടതിയിൽ വന്ന് ഉത്തരം പറയണം. മരിച്ചുപോയെങ്കിൽ തെളിവ് ഹാജരാക്കണം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കോടതിയിൽ എത്തിക്കണം. അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും കോടതിയിൽ കയറിയിറങ്ങണം. അത് വേണ്ട പപ്പ. നമ്മൾ എന്തിനാ നമ്മുടെ സ്വന്തക്കാരെ വിഷമിപ്പിക്കുന്നത്? എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ? ആരെയും വേദനിപ്പിക്കാതെ, മുറിപ്പെടുത്താതെ, ശത്രുക്കളാക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കണം. എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാൻലി നെറ്റി ചുളിച്ചു. നമുക്ക് മേരിക്കുട്ടി സിസ്റ്ററെ കാണാൻ പോയാലോ? അലീന ചോദിച്ചു. റാണി ആൻറ്റി ഇവിടെ നിന്നോട്ടെ, നമുക്ക് രണ്ടുപേർക്കും കൂടി പോയിട്ട് വരാം. പപ്പയ്ക്ക് സമ്മതമാണെങ്കിൽ മാത്രം. അലീന മറുപടിക്കായി സ്റ്റാൻലിയെ നോക്കി.